അഷ്ടമുടിയും പരിസരവും വൃത്തിയുള്ളതാക്കി വികസനം നടത്തുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാരികൾക്കായുള്ള ടൂറിസ്റ്റ് ഇൻഫർമേഷൻ കേന്ദ്രവും ശൗചാലയങ്ങളും അത്യാധുനിക രീതിയിൽ നവീകരിക്കും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി അഷ്ടമുടിയെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ DTPC ബോട്ടുജെട്ടിയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തും. കായലും പരിസര പ്രദേശങ്ങളും മന്ത്രി സന്ദർശിച്ചു. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാരികൾക്കായുള്ള ടൂറിസ്റ്റ് ഇൻഫർമേഷൻ കേന്ദ്രവും ശൗചാലയങ്ങളും അത്യാധുനിക രീതിയിൽ നവീകരിക്കും. ഇൻഫർമേഷൻ കേന്ദ്രത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനം മാറ്റി സ്ഥാപിക്കും. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തും. കായലിലേക്ക് മാലിന്യമൊഴുക്കുന്നത് തടയാൻ തുറമുഖ വകുപ്പ് കർശന നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. കൊല്ലം ആലപ്പുഴ ജലപാത സജീവമാക്കുന്നതിനായി ബോട്ടുജെട്ടിയിൽ ജലയാനങ്ങൾക്ക് സുഗമമായി വന്നു പോകാൻ കഴിയും വിധം ഡ്രഡ്ജിംഗ് നടത്തും. ബോട്ടുജെട്ടി മുതൽ ആശ്രാമം വരെയുള്ള നടപ്പാത വിനോദസഞ്ചാരം മുൻനിർത്തി ആകർഷകമായി സജ്ജീകരിക്കും. DTPC, ജില്ലാ ഭരണകൂടം, വിവിധ വകുപ്പുകൾ എന്നിവയെ ഏകോപിപ്പിച്ച് സമഗ്രമായ ദീർഘകാല പദ്ധതി ആസൂത്രണം ചെയ്യും. അഷ്ടമുടി കേന്ദ്രീകരിച്ച് നടത്തുന്ന വിനോദസഞ്ചാര പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് കൊല്ലം മാറുക, ബഡ്ജറ്റൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അതിനുശേഷം ഉണ്ടാകും. അപ്പൊ അതിലേക്ക് നമ്മൾ വരുമ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളെ നമുക്ക് കുറച്ചുകൂടി മനോഹരവും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആക്കി മാറ്റും. അപ്പൊ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ പല വഴിക്കും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. DTPCയുടെ കൗണ്ടർ അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇതിന്റെയൊക്കെ ഒരു കേന്ദ്രമാണ്. അപ്പൊ അവിടെ അകത്ത് സെക്ഷനിൽ ആളില്ല, കസേരയില്ല എന്നൊക്കെയുള്ള പരാതിയുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ആളുകൾ വരുമ്പോൾ ചെയ്യണം. അതിനകത്തൊരു ATM ഉണ്ട്, അതൊന്ന് പുറത്താക്കാൻ ഉള്ള നിർദ്ദേശം. കാരണം ഇവിടെ ATM-ഉം വസ്ത്രവ്യാപാരവും ഒന്നും നടക്കേണ്ട സ്ഥലമല്ല. അവിടെ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ അവർക്ക് ഡയറക്റ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട് എന്തോ കേസുകളുണ്ടെന്ന് കളക്ടറൊക്കെ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായി തന്നെ പരിശോധിച്ചത് തീർക്കണം. ATM കൗണ്ടറിന് വെളിയിലും സ്പേസ് ഉണ്ട്, അതിന് സൗകര്യമുണ്ട്. അത് പുറത്തോട്ടാക്കിയാൽ ഈ അവിടുത്തെ ജീവനക്കാർക്കും പല തരത്തിലുള്ള ആൾക്കാർ കുട്ടികളെ കൂടുതലായി അവർക്ക് പരിഗണിക്കാൻ കഴിയും. പിന്നെ ഇതിന്റെ ക്ലീനിങ് ഒരാഴ്ച കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അവിടെ കേട്ടൊരു പരാതി, ചെളി കോരിയും കരക്കിട്ട് വയ്ക്കും, പിന്നെ അത് എടുത്തുകൊണ്ട് പോയില്ലേ അവിടെ കിടന്ന് നാറും. മഴ പെയ്യുമ്പോൾ ഇത് വീണ്ടും ഇതിലേക്ക് തന്നെ ഇറങ്ങും. വരുമ്പോൾ അന്ന് തന്നെ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടാക്കി തന്നെ ചെയ്യണം എന്നുള്ള കാര്യം. DTPC സെന്റർ മുതൽ ആശ്രാമം വരെ നീളുന്ന പദ്ധതിയിൽ മെറീന, പുനർജനി ഇന്റർപ്രിട്ടേഷൻ കേന്ദ്രവും ഉദ്യാനവും അഡ്വഞ്ചർ പാർക്ക്, കായൽ റെസ്റ്റോറന്റ്, ജൈവവൈവിധ്യ നടപ്പാത എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 59 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്തിന്റെ പൗരാണിക ചരിത്രവും ജൈവവൈവിധ്യവും അവതരിപ്പിക്കുന്ന പദ്ധതിയിൽ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ തെന്മല, ജഡായുപ്പാറ, മീൻപിടിപ്പാറ, സാമ്പ്രാണിക്കോടി എന്നിവിടങ്ങളെയും കോർത്തിണക്കും. ചിന്നക്കട ഉൾപ്പെടുന്ന നഗരഭാഗങ്ങളിൽ നിന്നും പദ്ധതി പ്രദേശത്തേക്ക് എത്തുന്നതിനായി മികച്ച യാത്രാ സൗകര്യം ഒരുക്കുമെന്നും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസം ഹബ്ബായി കൊല്ലത്തെ മാറ്റുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അക്വാലാൻഡിൽ അവലോകന യോഗവും ചേർന്നു. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് MD മനോജ് പദ്ധതി വിശദീകരിച്ചു. ടൂറിസം വകുപ്പ് ഡയറക്ടർ M അഞ്ജന അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, DTPC, തുറമുഖം, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.